നമ്മുടെ ഓഫീസിന്റെ താക്കോൽ നമ്മുടെ കോമ്പറ്റീറ്റർ തൊട്ടടുത്ത കടയിലാണ്, അവനെ ഏൽപ്പിക്കുമോ? നമ്മുടെ കടയുടെ താക്കോൽ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്, തൊട്ടപ്പുറത്ത് വേറൊരു ഹോട്ടലുണ്ട്. അപ്പം രാവിലത്തെ അങ്ങോട്ട് പോകാനുള്ള എന്തായാലും അവൻ പോയി തുറക്കുന്നുണ്ട്. എടാ ഇതൂടെ തുറന്നേരെന്ന് പറഞ്ഞ് കീ കൊടുത്തു വിടുവോ? ഇല്ല. നമുക്കൊരു 10 സ്റ്റാഫിനെ വേണം. അപ്പം അവൻ ഓൾറെഡി പരസ്യം കൊടുത്തിട്ടുണ്ട്, അവിടെ ഇന്റർവ്യൂ നടക്കുക. നമ്മൾ ഇവനോട് പറയുമോ, എടാ അളയ എനിക്കും കൂടെ ഒരു 10 സ്റ്റാഫിനെ വേണം, എടുത്തു തന്നേക്കണേ, പറയുമോ? അവൻ പർച്ചേസിന് പോവാ, മീൻ മേടിക്കാൻ പോവാ വിഴിഞ്ഞത്ത്. എന്നാൽ പിന്നെ എടാ നമുക്കൂടെ മീൻ കിട്ടുവാണ് മേടിച്ചോണ്ട് വരണേ എന്ന് നമ്മുടെ കോമ്പറ്റീറ്റർ ഏൽപ്പിക്കോ അജയരാജ്? ഇല്ല. പിന്നെ എന്തിനാണ് പ്രൊഡക്റ്റ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനൊന്ന് വിലയിട്ട് തരുമോ എന്ന് ചോദിച്ചേ? നിങ്ങളുടെ സർവീസൊക്കെ ഉണ്ടാക്കി, നിങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കോമ്പറ്റീറ്ററുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞാളയാ എൻ്റെ വില ഒന്ന് ഇട്ടേക്കണേ. ഒരു ബിസിനസ് ഓണറിൻ്റെ ഒന്നാമത്തെ തെറ്റ് അവർക്ക് പ്രൈസ് ഇടാൻ അറിയില്ല എന്നുള്ളതാണ്. അവർ പോകുന്നത് ഒരു ആക്സിഡൻ്റൽ പ്രൈസിങ്ങിലേക്കാണ് പോകുന്നത്. ആക്സിഡൻ്റ് എങ്ങനെയോ ഇട്ടു. ഇപ്പം ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ പലരും ഇരുന്ന് ആലോചിക്കുക, എങ്ങനായിരുന്നു ഞാൻ എൻ്റെ പ്രൈസ് തീരുമാനിച്ചേ? ഒന്നെങ്കിൽ കോമ്പറ്റീറ്ററെ നോക്കും, അവരെന്ത് ചാർജ് ചെയ്യുന്നോ അത് നമ്മൾ മേടിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റ് മൊത്തത്തിലെടുക്കും. അതിൻ്റെ അകത്ത് നമ്മളൊരു ഊഹം, ഇല്ല ഓട്ടോ സിനിമയ്ക്കകത്തിൽ പേഴ്സ് കളഞ്ഞു കിട്ടുമ്പോൾ പപ്പുച്ചേട്ടൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കാശ് എണ്ണാൻ അറിയത്തില്ല, അപ്പോൾ ഒരു കെട്ടെടു 2000 കാണും, ഇന്നാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഊഹത്തിൽ 1% അങ്ങോട്ട് ആഡ് ചെയ്യും, ഇതങ്ങ് മേടിക്കും. ഇല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കും, എന്തോ തരാൻ പറ്റും നിങ്ങൾക്ക്, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് മേടിക്കാം. ഇല്ലെങ്കിൽ റീസണബിൾ എന്ന് തോന്നുന്ന ആരും കേട്ട കുറ്റം പറയാത്ത ഒരു പ്രൈസ് എന്ന് പറയാം. അതല്ലെങ്കിൽ ആരെങ്കിലും പറയാണ് നിങ്ങളുടെ വില കൂടുതലാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് കുറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും അവരുടെ വില തീരുമാനിച്ചിരിക്കുന്നത്. ആക്സിഡൻ്റൽ പ്രൈസ്. നിങ്ങൾ ഒരിക്കൽ ചെയ്ത ആ അബദ്ധം ഓരോ ദിവസവും നിങ്ങൾ അതിന് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും റീസൺ നിങ്ങൾ അങ്ങനെ ആക്സിഡൻ്റലായി വിലയിട്ടു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ മാസങ്ങൾ എടുക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ, സർവീസ് കണ്ടുപിടിക്കാൻ, അത് മെച്ചപ്പെടുത്താൻ, അതിനു വേണ്ടിയിട്ട് പർച്ചേസിനൊക്കെ നിങ്ങൾ ആഴ്ചകൾ നടക്കും. പക്ഷെ വിലയിടാൻ ഒരു നിമിഷം പോലും നിങ്ങൾ പ്രിപ്പയർഡ് ആവത്തില്ല. ഒരു രീതിയിലും നിങ്ങളത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്നിട്ട് പരാതിയാ, സെയിൽസ് ഉണ്ട് സാറേ, റവന്യൂ ഉണ്ട് സാറേ, പക്ഷേ ലാഭമില്ല സാറേ. പ്രൈസിങ് ഈസ് നോട്ട് ജസ്റ്റ് എ നമ്പർ. ബിസിനസ്സിൽ പ്രൈസിങ് ഈസ് എ സ്ട്രാറ്റജി. സ്ട്രാറ്റജിക് ആയിരിക്കണം പ്രൈസിങ്. പ്രൈസിങ് ഈസ് ദ നമ്പർ 1 സ്കിൽ എ ബിസിനസ്മാൻ ഷുഡ് ഹാവ്. പ്രൈസിങ്. നമ്മുടെ പ്രൊഡക്റ്റിനും സർവീസിനും വിലയിടാൻ പഠിക്കണം. കാരണം ആ വില തീരുമാനിക്കും നമ്മുടെ ക്ലയൻസ് ആര് എന്ന്, നമ്മുടെ സ്റ്റാഫ് എന്ത് എന്ന്, നമ്മുടെ ബിസിനസിന്റെ ക്വാളിറ്റി എന്ത് എന്ന്, നമ്മളുടെ സ്വാതന്ത്ര്യം എന്ത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വിലയാണ്. സോ പ്രൈസിങ് ഈസ് നോട്ട് എ സെയിൽസ് ഡിസിഷൻ. പ്രൈസിങ് ഈസ് നോട്ട് എ മാർക്കറ്റിംഗ് ഡിസിഷൻ. Pricing is not a financial decision. Pricing is a business decision. Pricing എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഡിസിഷനാണ്. വളരെ 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 ശ്രദ്ധിച്ച് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് നമ്മുടെ വില. കാരണം ഇത് തീരുമാനിക്കും നമ്മൾ ആരെ അട്രാക്ട് ചെയ്യുന്നു, ഏത് കസ്റ്റമറെ കൂടെ നിർത്തുന്നു. ഇത് തീരുമാനിക്കും നമ്മുടെ സ്റ്റാഫിന്റെ ക്വാളിറ്റി. ഇത് തീരുമാനിക്കും നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന എക്സ്പീരിയൻസ്. ഇത് തീരുമാനിക്കും നമ്മൾ ആര് എന്ന്. ഇത് തീരുമാനിക്കും നമ്മളുടെ ക്വാളിറ്റി ഓഫ് ബിസിനസ്. ഇത് തീരുമാനിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ബിസിനസ്സിൽ വരുത്തുന്ന മിസ്റ്റേക്ക് നമ്പർ 1 പ്രൈസിംഗിൽ വരുത്തുന്നത്, ഒന്ന് കോമ്പറ്റീറ്റർ ബേസ്ഡ് പ്രൈസിംഗ്. കോമ്പറ്റീറ്റർ ബേസ്ഡ് പ്രൈസിംഗ്. അവരത്രയാണ് ഇടുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ഇടുന്നു. പക്ഷേ ഈ കോമ്പറ്റീറ്ററുടെ കാര്യം പറയുമ്പോൾ ചോദ്യം ഇതാണ്, അവർ ചിലപ്പോൾ അവർക്ക് ഓഫീസ് ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും. അവർക്ക് സ്റ്റാഫ് ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും.
അവർക്ക് ഈ പ്രൊഡക്റ്റ് ചിലപ്പോൾ അവരുടെ കയ്യിൽ കാശ് കാണുമായിരിക്കും ഇത് മേടിച്ച് വെക്കാൻ, സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും. അവർക്ക് ഒരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും. അവർക്ക് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓൾറെഡി ഉള്ളവരായിരിക്കും ഇല്ലാത്തവരായിരിക്കും. അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും അറിയാത്തവരായിരിക്കും. ഹൗ ക്യാൻ യു കോപ്പി ദം? അവന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്, അവന്റെ നിലനിൽപ്പ് നോക്കിയിട്ടാണ് അവൻ പ്രൈസ് ഇട്ടിരിക്കുന്നത്. അജിരാജ് ഇന്റീരിയർ ബിസിനസ് ചെയ്യുന്നു. അജിരാജിന്റെ കൂടെ നിന്ന ബംഗാളി അവൻ മാറിയിട്ട് അവൻ നാളെ സ്വന്തമായി തുടങ്ങുന്നു. ക്യാൻ യു കോമ്പീറ്റ് വിത്ത് ദം ഇൻ പ്രൈസിങ്? അവനൊന്നും നോക്കാനില്ല, അവൻ ബംഗാളിയാ, അവന് ലൈസൻസ് വേണ്ട, അവന് ഓഫീസ് വേണ്ട, അവന് സ്റ്റാഫ് വേണ്ട, അവന് ബാങ്ക് ലോൺ ഇല്ല, അവന് EMI ഇല്ല, അവന് സ്റ്റോക്ക് ഇല്ല. അജിരാജ് 100 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അവൻ പോയിട്ട് 80 രൂപയ്ക്ക് ചെയ്യുക. അത് കണ്ടുകൊണ്ട് നിഷാദ് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. അവന്റെ പ്രൈസ് കോപ്പി അടിച്ചിട്ട് 78 രൂപയ്ക്ക് അതേ കാര്യം ചെയ്യുന്നു. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. യു ഡോണ്ട് നോ ദ സിറ്റുവേഷൻ ഓഫ് യുവർ കോമ്പറ്റീറ്റർ. കോമ്പറ്റീറ്ററുടെ വില കുറവാണെങ്കിൽ അത് അവന്റെ പ്രശ്നമാണ്, നമ്മുടെയല്ല. കോമ്പറ്റീറ്ററുടെ വില കുറവാണെങ്കിൽ അത് അവന്റെ പ്രശ്നമാണ്, നമ്മളുടേതല്ല. മിസ്റ്റേക്ക് നമ്പർ 2, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. നിങ്ങളുടെ ചെലവെല്ലാം കൂടെ കൂട്ടുന്നു, അതിന്റെ മുകളിൽ ഒരു ലാഭം ആഡ് ചെയ്യുന്നു, എടുത്തടിക്കുന്നു. യുദ്ധം വന്നു, എണ്ണ വില കൂടി, മെറ്റീരിയൽസിനെല്ലാം വില കൂടി. 1800 അല്ല 2000 പെർ സ്ക്വയർ ഫീറ്റിന് കൺസ്ട്രക്ഷൻ ഏറ്റിരിക്കുക. ആരോട് പോയി പറയും? ഇതാണ് എൻ്റെ കോസ്റ്റ്, ഇതിൻ്റെ ഒപ്പം ഞാൻ ഇത്രയും കൂടെ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു, ഒരു കംഫർട്ടബിൾ മാർജിൻ എന്ന് വിചാരിച്ചിട്ട് ആ പ്രൈസ് ഇടുന്നു. മിസ്റ്റേക്ക് നമ്പർ 2. മൂന്നാമത്തതാണ് ഡിസ്കൗണ്ട് പ്രൈസിങ്. ഡിസ്കൗണ്ട്. സെയിൽ ഒന്ന് കുറഞ്ഞു, അപ്പൊ പുതിയൊരു സ്ട്രാറ്റജി കിട്ടി, ഡിസ്കൗണ്ട് കൊടുത്ത് സെയിൽസ് കൂട്ടാം. ഇറ്റ്സ് എ ട്രാപ്പ്, ദ ഡിസ്കൗണ്ട് ട്രാപ്പ്. ബിസിനസ്സിലെ ഏറ്റവും ഡേഞ്ചറസ് തിങ്. കാരണം നിങ്ങൾ 100 രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു സാധനം, നിങ്ങളുടെ ചെലവെന്ന് പറയുന്നത് 70 രൂപയാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30% അല്ലെങ്കിൽ 30 രൂപ ലാഭം. നിങ്ങൾ ഇതിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. 100 എന്നുള്ളത് 80 മാറി. നിങ്ങളുടെ ചെലവ് അപ്പോഴും 70. 30 എന്നുള്ളത് 10 കുറഞ്ഞു. നിങ്ങളുടെ മാർജിൻ 10. ഡിസ്കൗണ്ട് പ്രൈസ്. ലോജിക്കലാ? വോളിയം കൂട്ടിയ പോരെ? ഫിനാൻഷ്യലി അടിത്തറ തെറ്റും. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രോഫിറ്റ് 30 നിന്ന് 10 കുറഞ്ഞു. ഇവിടെ സംഭവിച്ചെന്താണെന്നറിയോ? 20% ഡിസ്കൗണ്ട് കൊടുത്തപ്പോ ലാഭത്തിൽ 66% കുറവുണ്ടായി. പ്രൈസിൽ 20% ഡിസ്കൗണ്ട് കൊടുത്തപ്പോ ലാഭത്തിന്റെ 66% കുറവുണ്ടായി. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ വിൽക്കാൻ പറ്റാത്ത സാധനം 3 ഇരട്ടി വിറ്റെങ്കിൽ മാത്രമേ നിലവിലുള്ള ലാഭം കിട്ടത്തുള്ളൂ. ഓൾറെഡി വിൽക്കാൻ പറ്റാതിരിക്കുന്ന ഈ സാധനം വില കുറച്ചു, എന്നിട്ട് പഴയത് അത്രയും കച്ചവടത്തിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 3 ഇരട്ടി വിൽക്കണം. 3 ഇരട്ടി മാർക്കറ്റിംഗ് കോസ്റ്റ്. ഫേസ്ബുക്കിന്റെയും മെറ്റയുടെയും എക്സ്പെൻസ് എത്രയാണെന്ന് കണക്ക് കൂട്ടിയായിരുന്നോ കഴിഞ്ഞ 3 മാസത്തിൽ ഇൻക്രീസ് ഉണ്ടായ? അറിഞ്ഞോ? മെറ്റയ്ക്ക് ഉണ്ടായ എക്സ്പെൻസിന്റെ വ്യത്യാസം മനസ്സിലായോ? പണ്ട് 2 രൂപയ്ക്ക് ഒരു ലീഡ് കിട്ടുമായിരുന്നു ക്വാളിഫൈഡ്, ഇന്ന് 200 രൂപ കൊടുത്താലും കിട്ടത്തില്ല. മാർക്കറ്റിംഗ് ചെലവ് എത്ര കൂടിയെന്നറിയോ? ഓൾറെഡി വിൽക്കാൻ പറ്റാത്ത സാധനം ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഇനി 3 ഇരട്ടി കച്ചവടം കൂട്ടണം. 3 ഇരട്ടി കച്ചവടം കൂട്ടണമെങ്കിൽ 9 ഇരട്ടി മാർക്കറ്റിംഗ് കോസ്റ്റ് കൂടും. സോ ഡിസ്കൗണ്ട് ഈസ് നോട്ട് എ ഗുഡ് പ്രൈസിംഗ് സ്ട്രാറ്റജി. അടുത്തത് 4ാമത്തതാണ് ഫിയർ ബേസ്ഡ് പ്രൈസിങ്. ഫിയർ. കസ്റ്റമർ പറഞ്ഞു നിങ്ങളുടെ വില കൂടുതലാണ്, അപ്പോഴത്തേന് പേടിച്ചു. അയ്യോ സാറേ അങ്ങനെയല്ലേ, നമുക്ക് കുറയ്ക്കാം സാർ, കുറയ്ക്കാം. വില കൂട്ടാൻ ഭയം. വില കൂട്ടിയാൽ ഇവന്മാർ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി. മിസ്റ്റേക്ക് നമ്പർ 4, പ്രൈസ് പറയാൻ തന്നെ പേടി. മിസ്റ്റേക്ക് നമ്പർ 5, വോളിയം പ്രൈസിങ്. വോളിയം. എൻ്റെ കച്ചവടത്തിന്റെ എണ്ണം കൂട്ടാം,
ലാഭം കുറച്ചായാലും കുഴപ്പമില്ല, കച്ചവടത്തിൻ്റെ എണ്ണം കൂട്ടാം. മിസ്റ്റേക്ക് നമ്പർ 5. ഞാൻ ഇവിടെ നിൽക്കാനുള്ള റീസൺ, എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എത്ര രൂപ ചാർജ് ചെയ്യുന്നു എന്ന് ഇന്ന് വരെ ഞാൻ നോക്കിയിട്ടില്ല. എനിക്കറിയുകയുമില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ നോക്കുന്നത് എനിക്ക് എത്ര ചെലവ് വരുന്നുണ്ട്, എൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് എത്ര, എൻ്റെ ഓഫീസ് എക്സ്പെൻസ് എത്ര. ഞാൻ ദുബൈയിൽ നിന്ന് വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. മറ്റൊരാൾ അപ്പുറത്തായിരിക്കും താമസിക്കുന്നത്, അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിച്ച് വന്നാൽ മതി അവന്. ഞാൻ ദുബൈയിൽ നിന്ന് വരണം, എനിക്ക് ആ കോസ്റ്റ് മീറ്റ് ചെയ്യണം. അവൻ്റെ പ്രൈസാണ് ഞാൻ ഇടുന്നതെങ്കിൽ എന്നെ കൊണ്ടത് താങ്ങാൻ പറ്റില്ല. എൻ്റെ ഓഫീസ് തിരുവനന്തപുരത്ത്, എൻ്റെ സ്റ്റാഫ് മുഴുവൻ ഇന്നലെ രാവിലെ ഇവിടെ എത്തി. ട്രാവലിംഗ് എക്സ്പെൻസ് ഇവിടെ ഇന്ന് നിന്ന് നാളെ വൈകിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. ഈ എക്സ്പെൻസ് എല്ലാം എനിക്ക് കൂട്ടിയേ പറ്റൂ. എൻ്റെ കോമ്പറ്റീറ്ററുടെ ഓഫീസ് തൊട്ടപ്പുറത്തായിരിക്കും, അവൻ ഇതൊന്നും കൂട്ടണ്ട. അവൻ ക്ലാസ് എടുക്കുന്ന കളമശ്ശേരി ടൗൺ ഹാളിൽ വെച്ചിട്ടായിരിക്കും. അവിടുത്തെ മൊത്തം ചെലവ് വരുന്നത് 10,000 രൂപയായിരിക്കും. ഞാൻ ക്ലാസ് എടുക്കുന്ന ഈ 5 സ്റ്റാർ ഹോട്ടലിലാണ്, ഇവിടുത്തെ എൻ്റെ ചെലവ് 5 ലക്ഷം രൂപയായിരിക്കും. ഹൗ ക്യാൻ ഐ കോമ്പീറ്റ് വിത്ത് ദെയർ പ്രൈസ്? ഞാൻ ശമ്പളം കൊടുക്കുന്നത് ഒരുത്തന് 4 ലക്ഷം രൂപയായിരിക്കും, അവൻ കൊടുക്കുന്നത് 20,000 രൂപയായിരിക്കും. ഹൗ ക്യാൻ ഐ കോമ്പീറ്റ് വിത്ത് ദിസ് ടീം? ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി 10 പേരെ വെച്ചിട്ടുണ്ട്, അവൻ നേരിട്ട് ഫോൺ എടുത്തിട്ടായിരിക്കും ക്ലയന്റിനെ ഡീൽ ചെയ്യുന്നത്. ഈ 10 പേരുടെ എക്സ്പെൻസും ഇല്ല, ഓഫീസ് എക്സ്പെൻസും ഇല്ല. ഹൗ ക്യാൻ ഐ കോമ്പീറ്റ് വിത്ത് ഹിസ് പ്രൈസ്? കോമ്പറ്റീഷൻ കോസ്റ്റ്. എന്തുറപ്പുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്യുന്നു, ആ പ്രൈസിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് തീർത്തു കൊടുക്കാമെന്ന് എന്തുറപ്പുണ്ട് നിങ്ങൾക്ക്? ഒരു കണ്ടെയ്നർ വരാൻ ഇപ്പൊ എത്ര രൂപ എക്സ്ട്രാ ചെലവാകുന്നുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? ലാഭം വേണ്ടെന്ന് വെക്കുന്ന സ്ട്രാറ്റജി, അത് ബിസിനസ് സ്ട്രാറ്റജി ആണോ? എൻ്റെ ലാഭം അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സെയിൽസ്, എൻ്റെ സ്കിൽ പ്രോബ്ലം ആണ് സെയിൽസ് കയറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആ സ്കിൽ പ്രോബ്ലത്തെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഈസ് ഇറ്റ് എ ഗുഡ് സ്ട്രാറ്റജി? അവനൊന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കിന്, അപ്പുറത്തെ കടയിൽ ഇത്രയും വിലയില്ലല്ലോ എന്ന് കേട്ടപ്പോഴത്തേക്കിന് പേടിച്ച് വില കുറയ്ക്കുന്നു. വാട്ട് ഈസ് ഇറ്റ്?